ആശ്രാം മൈതാനിയിൽ പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം കൂടെ ആരംഭിക്കും. അതിനു മുമ്പ് പതാക ഉയർത്തും. അവിടെ കൊല്ലം ചെങ്കടലായി എന്നൊക്കെ ആലങ്കാരികമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മറ്റ് ദേശീയ നേതാക്കന്മാരും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പതാക ഉയർത്തൽ ചടങ്ങിന് സന്നിഹിതമായി കഴിഞ്ഞു. നമുക്കിപ്പം തനീഷ് തമ്പി, ദീപക് ധർമ്മടം ചേരുന്നു. ആദ്യം ദീപക്, യഥാർത്ഥത്തിൽ പതാക ഉയർത്തുന്ന സമയമായോ? എന്താണ് വിവരം? SKN ഇതാ പതാക ഉയർത്താൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. കൃത്യം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പതാക ഉയർത്തലിലേക്ക് കടക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മുടെ ജയൻ കല്യാശ്ശേരി ക്യാമറാമാൻ ദൃശ്യങ്ങളിൽ കാണാം. പതാക ഉയർത്താനുള്ള വേദി ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ ഇപ്പോൾ സ്വാഗത ഗാനം നടക്കുകയാണ്. അതായത് കേരള തനിമയുള്ള ഒരു ദൃശ്യവിരുന്നായിട്ടാണ് സ്വാഗത ഗാനം. നേതാക്കൾ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു. ഇതാ നേതാക്കൾ, പ്രതിനിധികൾ, സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധികൾ, നിരീക്ഷകർ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു. SKN അല്പസമയത്തിനകം തന്നെ ഇനി സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തൽ, അത് കഴിഞ്ഞ് ഉടനെ തന്നെ സമ്മേളന നടപടിയിലേക്ക് ആരംഭിക്കും. സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് മലയാളിയായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് അവതരണം, നവകേരള റിപ്പോർട്ട് അവതരണം, നയരേഖ അംഗീകരിക്കൽ തുടങ്ങിയ നടപടികളിലേക്ക്, സമ്മേളന നടപടികളിലേക്ക് പിന്നീട് കടക്കും. ഏതായാലും അല്പസമയത്തിനകം തന്നെ പതാക ഉയർത്തൽ നടപടിയിലേക്ക് കടക്കും. SKN. താങ്ക് യു. ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ കലാപരിപാടികൾ അരങ്ങേറുകയാണോ അവിടെ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? SKN പതാക ഉയർത്തൽ ചടങ്ങിന് മുന്നോടിയായുള്ള സ്വാഗത ഗാനമാണ് ഇവിടെ. ഇപ്പോൾ സ്വാഗത ഗാനവും നൃത്താവിഷ്കാരവുമാണ് ഈ വേദിയിൽ നടക്കുന്നത്. കൊല്ലത്തെ കലാകാരികൾ അണിനിരക്കുന്ന നൃത്തരൂപമാണ് ഇപ്പോൾ സ്റ്റേജിൽ അരങ്ങേറുന്നത്. അതിനുശേഷമാണ് പതാക ഉയർത്തൽ ചടങ്ങ്. ഈ വന്നിരിക്കുന്ന പ്രതിനിധികൾക്ക് സ്വാഗതം ഓതിക്കൊണ്ടുള്ള കൊല്ലത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലവും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള ഗാനമാണ് ഇത്. നേരത്തെ തന്നെ മുരുകൻ കാട്ടാക്കട അടക്കമുള്ള പ്രഗത്ഭ കവികൾ രചിച്ച ഗാനങ്ങളാണ്. അത് ചിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള അവതരണമാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത്. ഈ നൃത്താവിഷ്കാരത്തിന് ശേഷം ആയിരിക്കും പതാക ഉയർത്തൽ ചടങ്ങ് നടത്താൻ പോകുന്നത്. ഈ ചടങ്ങ് വീക്ഷിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, BP അംഗങ്ങളായ MA ബേബി, ബൃന്ദ കാരാട്ട്, BB രാഘവനു, സുഭാഷിണി അലി തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട്. മറ്റ് പ്രതിനിധികളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അതിനുശേഷം ഈ പതാക ഉയർത്തൽ നടക്കും. പതാക ഉയർത്തൽ ശേഷമാണ് രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചന. അതും കഴിഞ്ഞാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം പതാക ഉയർത്ത ചടങ്ങ് നടക്കും. അവിടെ ഇപ്പോൾ നൃത്താവിഷ്കാരം, സിഗ്നേച്ചർ സോങ്ങാണ് കണ്ടത്. ദേശീയ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും എല്ലാം ചടങ്ങിന് എത്തിക്കഴിഞ്ഞു. പ്രകാശ് കാരാട്ട് പോലെയുള്ള CPMൻ്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററും സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു. ആർ ശ്രീജിത്ത്, ഇനി ഒരുപാട് സമയം വേണ്ടി വരുമോ പതാക ഉയർത്തലിന്? SKN 10 മണിക്ക് മുൻപ് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി പ്രതിനിധി സമ്മേളനം ആരംഭിക്കണമെന്ന ടൈം ഷെഡ്യൂളാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങുകൾ പൂർത്തിയാകും. പതാക ഉയർത്തൽ പൂർത്തിയാകും. പതാക ഉയർത്തലിനോടനുബന്ധിച്ച് പതാക ഉയർത്തുന്ന മുതിർന്ന നേതാവ് ഒരു 5 മിനിറ്റ് ഈ പ്രതിനിധികളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പതിവുണ്ട്. എന്നാൽ സമയം വൈകിയതിനാൽ ഒരുപക്ഷെ അത് അത്ര നീണ്ട ഒരു പ്രസംഗം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ നൽകുന്ന വിവരം. എന്തായാലും പതാക ഉയർത്തൽ ചടങ്ങിനായി
CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ സ്റ്റേജിലേക്ക് വരികയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പതാക ഉയർത്തുന്ന AK ബാലൻ അടക്കമുള്ളവർ ഇപ്പോൾ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഈ ക്യാമറകളുടെ ക്രമീകരണവും മറ്റും ബന്ധപ്പെട്ട വലിയ തോതിലുള്ള തിരക്കും ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കുലുക്കവും മറ്റും കാണുന്നത്. അതായത് എന്തായാലും ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങിനായി പ്രധാനപ്പെട്ട നേതാക്കൾ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. പ്രകാശ് കാരാട്ട്, പിന്നാലെ മുതിർന്ന നേതാവ് S രാമേന്ദ്രപിള്ള, CPIM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവനാണ് ഈ നേതാക്കളെ കൊടിമരത്തിന്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, എളമരം കരീം, A വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എല്ലാ നേതാക്കളെയും മൊത്തം PB നേതാക്കന്മാരെ മാത്രമാണ് കാര്യമായി ഈ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. എന്തായാലും പതാക ഉയർത്തൽ ചടങ്ങ് തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ മുതിർന്ന നേതാവ് AK ബാലനെ പതാക ഉയർത്തൽ ചടങ്ങിനായി ക്ഷണിക്കും. അദ്ദേഹം കൂടി ഇപ്പോൾ സ്റ്റേജിലേക്ക് പ്രവേശിക്കും.